ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വലിയ പെരുന്നാൾ വ്ളോഗിലേക്ക് സ്വാഗതം. പെരുന്നാൾ കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈലാഞ്ചി നമ്മളെ ഗേൾസിന് എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ തലേന്ന് മൈലാഞ്ചി ഇട്ടെന്നാണ് എൻ്റെ മോളെ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. മൈലാഞ്ചി ഓൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മൈലാഞ്ചി ഇടും. അപ്പോൾ ഓളാൻ കിട്ടിയിരുന്നു. പെരുന്നാളായിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ ഞാൻ എല്ലാ ഫംഗ്ഷനും മൈലാഞ്ചി ഇടുന്ന ഒരാളായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഹസ്ബൻഡ് മോനെല്ലാം പള്ളിയിലേക്ക് പോയി. അവർ പള്ളിയിൽ പോയ ഉടൻ തന്നെ നമ്മൾ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങിന്. അപ്പോൾ രാവിലത്തെ നാസ്ത നെയ്പ്പത്തിലും ചിക്കൻ കറിയാനും അതേ ആയിന്. പിന്നെ ബിരിയാണിയും പായസവും ചിക്കൻ ഫ്രൈയും ഇതൊക്കെ ആക്കി വെച്ചിന്. രാവിലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് അത് തന്നെ ഉണ്ടാവില്ല, നെയ്പ്പത്തിൽ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അവർ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഫുഡൊക്കെ കൊടുത്ത് പായസം കൊടുത്ത് പിന്നെ നെയ്ബേഴ്സും മക്കളെ ഫ്രണ്ട്സെല്ലാം വരാൻ തുടങ്ങി. പിന്നെ റിലേറ്റീവ്സും എല്ലാവരും കൂടി വരാൻ തുടങ്ങി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുന്നത് വെച്ച് അവർ വരുമ്പോഴേക്കും നമ്മളെ റെഡിയായി നിന്ന് കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം വന്ന് അവർക്ക് പായസമെല്ലാം കൊടുത്ത് ഇതെല്ലാം എൻ്റെ മോളെ ഫ്രണ്ട്സ് ആയിട്ട് അവർ വന്നിട്ട് അവർക്ക് പായസമെല്ലാം കൊടുത്ത് അങ്ങനെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ഞാൻ പോകല് എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ അവളെ വീട്ടിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോക്ക്. പെരുന്നാളിന് എല്ലാ പ്രാവശ്യം ഫസ്റ്റ് തന്നെ അവളെ വീട്ടിൽ പോയിട്ടാണ് എല്ലാവരും പോക്ക്. അവളെ അടുത്ത് തന്നെ ഉണ്ട്, അവളെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകൽ. വീട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കയറുന്നിടത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വണ്ടി നമ്മളെ മുറ്റത്തേക്ക് കയറുന്നില്ലായിരുന്നു പെരുന്നാളിൻ്റെ ടൈമിന്. പിന്നെ അത് 2 ദിവസം കഴിഞ്ഞിട്ട് വണ്ടിയിലെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവളെ വീട്ടിലേക്കാണ് പോയത്. പെങ്ങളെ വീട്ടിൽ പോയി അവിടുന്ന് പായസമെല്ലാം കുടിച്ചിട്ട് പിന്നെ അടുത്ത് അന്ന് പെരുന്നാളിൻ്റെ അന്ന് ഫുള്ള് കറക്കിയാണ്. എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അധികം പോയിട്ടാണ് വന്നത്. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗായിട്ടാണ്. പെരുന്നാളിൻ്റെ അന്ന് കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ മാത്രം പോയതും അത് മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ പെങ്ങളെ വീട്ടിൽ നിന്ന് നേരെ അടുത്ത പോയത് വേറെ പെങ്ങളെ വീട്ടിൽ. എനിക്ക് 4 പെങ്ങളുണ്ട്. 4 പെങ്ങളും വേറെ വേറെ വീടെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് കയറി ഇറങ്ങി നമ്മൾ പെരുന്നാളിൻ്റെ അന്ന്. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ കളറോട്ടുള്ള പെങ്ങളടുത്താണ് പോയത്. അതായത് എൻ്റെ ഇളയ പെങ്ങളെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ നമ്മളെ പോകുമ്പോൾ അവിടെ ഇല്ലേനു. അപ്പുറത്തെ നെയ്ബേഴ്സിൻ്റെ വീട്ടിലുള്ളൂ. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഉളപ്പാടും ഇങ്ങനെയൊക്കെ വന്ന് നമ്മളെത്തുമ്പോൾക്ക് ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിരുന്നു. പിന്നെ അവിടെ കുറേ സമയം ഇരുന്ന് സംസാരിച്ച് പായസമെല്ലാം കുടിച്ച് പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങി. പിന്നെ നേരെ പോയത് എൻ്റെ ആങ്ങളുടെ ഉള്ള വീട്ടിലേക്കട്ടാ. ആങ്ങളുടെ മോനിക്ക് കയറിഞ്ഞിട്ട് സുഖയിലായിട്ട് റെസ്റ്റിലിനോണ്ട് ഓൾക്ക് വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഓനെയും മോളിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടത്തേക്ക് നേരെ പിന്നെ പോയത്. അത് എളമ്പാറയിലായിരുന്നു. അവിടെയൊന്നും കയറിയിട്ടുള്ള ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ പോകുന്ന വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാത്തിനുള്ള ടൈമും കിട്ടിയിട്ടില്ല. പിന്നെ അവിടെയെല്ലാം കയറിയാലോ സംസാരിക്കുന്ന ഇടയിൽ വീഡിയോസെല്ലാം എടുക്കാനും വിട്ടുപോയി. അങ്ങനെ അവിടെയെല്ലാം കയറിയിട്ട് ഉള്ള കുറേ വീഡിയോസ് മിസ്സിങ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ആദ്യം ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിലേക്കെല്ലാം പോയി. അഞ്ചരക്കണ്ടി ആ ഭാഗത്തെല്ലാം പോയി. അവിടെ നിന്നും തിരിച്ച് നേരെ രാത്രിയാവാനതിന് അപ്പോൾ പെങ്ങളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ വന്നത് മൂത്ത പെങ്ങളെ വീട്ടിലേക്കട്ടാ. അവിടെ മെരോളെ പുതിയ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെരുന്നാൾ. അപ്പോൾ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്പെഷ്യൽ പോത്തും കാലേനും സ്പെഷ്യൽ. പിന്നെ അത് തിന്നാനുള്ള അടി എല്ലാവരും കൂടിയിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം അത്. അതുകൊണ്ട് കുട്ടികളും എല്ലാവരും കൂടിയിട്ട് അത് കഴിക്കലായി. പിന്നെ നമ്മൾ അവളെ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ട് അവൾ ലേറ്റായിന് വരാൻ. അവളെ പുതിയ പെരുന്നാളായതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം പോകേണ്ടതുകൊണ്ട് അങ്ങനെ അവിടെ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി കുറേ ലേറ്റായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അവളെ വെയിറ്റ് ചെയ്ത് അവളെ കണ്ടിട്ട് രാത്രി ലേറ്റായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ. അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ എടുത്തത് പിറ്റേന്ന് രാവിലത്തേക്ക്. പിറ്റേന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പെങ്ങളെ വീട്ടിലേക്ക് പോയിന് പെരുന്നാളിൻ്റെ പിറ്റേന്ന്. അതായത് മെരോളുണ്ടെന്നല്ലോ അവളെ പുതിയ പെരുന്നാളായിട്ട് വന്നിട്ടുണ്ടല്ലോ. അവൾ തിരിച്ചു പോക്കേനു. അങ്ങനെ അവൾ തിരിച്ചു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അങ്ങനെ അവൾ തിരിച്ചു പോകുന്നതും കണ്ടിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ അവളെ യാത്രയാക്കിയിട്ട് അവിടുന്ന് നേരെ വിട്ടിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോയി കേട്ടോ. കുട്ടികളെല്ലാം ബീച്ചിൽ പോകണം, പെരുന്നാളായിട്ട് ബീച്ചിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിലേക്കാണ് പോയത്. പിന്നെ അങ്ങനെ അവളെ യാത്രയാക്കിയിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയി കേട്ടോ. ഞാനും ഹസ്ബൻഡും മക്കളും ഹസ്ബൻഡിൻ്റെ ഉമ്മയും പെങ്ങളെ മോനെല്ലാം എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ബീച്ചിലേക്കാണ് പോയത്. ആ വീഡിയോസൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിന്. അങ്ങനെ ഇതാ പെങ്ങളെ മോളും ഹസ്ബൻഡും കൂടി പോയി. അവർ യാത്രയാക്കലെന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സീ പറഞ്ഞിട്ട് അവരങ്ങനെ പോയി. അവർ കുറച്ച് ലോങ് ആയിട്ടോ, നാദാപുരമാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കറേ, ലൈക്ക് ഷെയർ കമൻറ്റ് പ്ലീസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി എല്ലാവരും കാണണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സീ യു.